രാവിലെ എഴുന്നേറ്റ് കാപ്പികുടിയെല്ലാം കഴിഞ്ഞപ്പം ഉച്ചയ്ക്ക് എന്തുണ്ടാക്കും എന്നുള്ള കൺഫ്യൂഷനായി. നോക്കിയപ്പം പച്ചക്കറിയൊന്നുമില്ല. ആകെ ഒരു 5 മുട്ട. എന്നാൽ പിന്നെ അത് വെച്ചൊരു ചോറുണ്ടാക്കാമെന്ന് കരുതി. അപ്പം നമുക്കൊന്ന് നോക്കിയാലോ? ചീഞ്ചട്ടി വെച്ച് ചൂടാക്കി എണ്ണ ഒഴിച്ചു. അതിലേക്ക് ഞാൻ ഈ 5 മുട്ടയെടുത്ത് അങ്ങ് ഇട്ട്. എന്നിട്ട് ശകലം ഉപ്പും ഇട്ട് ഒന്ന് മുട്ട പൊരിക്കാമെന്ന് വിചാരിച്ചു. മുട്ട പൊരിക്കാമെന്ന് വിചാരിച്ചപ്പോൾ മുഴുവനോടെ ഇരുന്ന് അത് കൊള്ളത്തില്ലല്ലോ എന്ന് വിചാരിച്ചു. അതിനെ തട്ടിയും മുട്ടിയും എല്ലാം പൊടിച്ച് പറക്കി അങ്ങ് എടുത്തു. എല്ലാം പൊടിച്ച് എടുത്തിട്ട് അത് നമുക്ക് ഒരു പാത്രത്തിലോട്ട് അങ്ങ് കോരി അങ്ങ് മാറ്റാം. പാത്രത്തിലോട്ട് കോരി മാറ്റിയിട്ട് ആ ചട്ടിക്കകത്ത് തന്നെ നമുക്ക് ബാക്കിയുള്ള പരിപാടികളെല്ലാം ചെയ്യാം. അതിനകത്ത് കുറച്ച് എണ്ണ കൂടെ ഒഴിച്ച് കുറച്ച് ജീരകവും കടുവും കൂടെ ഇട്ട് നമുക്കൊന്ന് പൊട്ടിക്കാം. അതൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്ക് നമുക്ക് വേറെ പച്ചക്കറിയൊന്നുമില്ല, ആകെ ഉള്ളത് ക്യാരറ്റ് മാത്രമാണ്. അപ്പോൾ ആ ക്യാരറ്റും കൂടി ഇട്ട് നമുക്ക് ഈ ചോറിലിടാമെന്ന് കരുതി. പിന്നെ നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളി ഇടാതെ ഒരു വെപ്പില്ലല്ലോ മലയാളികൾക്ക്. അപ്പം ഞാൻ ആദ്യം ആ എണ്ണയിലോട്ട് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ടൊന്ന് വഴറ്റി. ചെറുതായിട്ടൊന്ന് വഴണ്ട് വന്നപ്പം ഒരു 3 സവാള ചെറുതായിട്ട് മുറിച്ച് അതും കൂടെ ഇട്ട് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുത്തു. അതൊന്ന് വഴണ്ട് വന്നപ്പം കുറച്ച് കരിയാപ്പില കൂടെ മുറിച്ച് അതിനകത്തോട്ടിട്ട് ചെറുതായിട്ടൊന്ന് വഴറ്റി. അപ്പോഴാണ് ആലോചിച്ചത്, അയ്യോ ക്യാരറ്റ് ഇട്ടില്ലല്ലോ എന്ന്. ഉടനെ തന്നെ ആ ക്യാരറ്റും കൂടെ അതിനകത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് വേവിച്ചെടുത്തു. ഒന്ന് വെന്ത് വന്നപ്പം അതിനായിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാലപ്പൊടി, ചിക്കൻ മസാലപ്പൊടിയാണ് കേട്ടോ ഞാൻ ഇട്ടത്. ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി ഇതാക്കിയിട്ട് ആ മുട്ടയും കൂടെ അതിനകത്തിട്ട് നന്നായിട്ടങ്ങ് ഇളക്കിയെടുത്തു. അതിനു മുമ്പ് തന്നെ ഞാൻ കുക്കറിൽ മറ്റേ ബിരിയാണി റൈസ് ഒന്ന് സീറ്റി ചെയ്യിപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടെ കോരി ഇതിനകത്തോട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്ത് ആവശ്യത്തിന് ഉപ്പൊക്കെ ഉണ്ടോ എന്നൊക്കെ ഒന്ന് നോക്കി. ആ കട്ട കെട്ടിയിരുന്നതെല്ലാം നന്നായിട്ട് പൊടിച്ച് എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത്. അപ്പോഴത്തേക്കൊരു മണക്കുറവ്. എന്നാൽ വിചാരിച്ചെന്നാൽ ശകലം നെയ്യ് കൂടെ ഇടാമെന്ന്. നെയ്യ് കൂടെ ഇട്ടൊന്ന് നന്നായിട്ട് അടച്ചങ്ങ് വെക്കാം. അടച്ച് വെച്ചതിന് ശേഷം നമുക്കതങ്ങ് ഇളക്കിയെടുക്കാം. ഒരു 5 മിനിറ്റ് കഴിഞ്ഞൊന്ന് ഇളക്കിയെടുക്കാമെന്ന് വിചാരിച്ചു. ഇളക്കിയെടുത്തപ്പോൾ അടിപൊളി നല്ല മണവും ഒക്കെ ആയിട്ടൊരു ബിരിയാണിയുടെ ഒരു മണം വന്നു. പക്ഷേ ഇത് ബിരിയാണിയാണോ ഫ്രൈഡ് റൈസ് ആണോ എന്നൊന്നും എനിക്കറിയത്തില്ല. എന്നെ കൊണ്ട് പറ്റിയ രീതിയിൽ ഞാൻ തട്ടിക്കൂട്ടി. ഇനി നമുക്ക് ഉച്ചയ്ക്ക് കഴിക്കാം. ബിരിയാണി ആണെങ്കിൽ അതിൻ്റെ സൈഡ് ഡിഷായിട്ട് ഒരു സലാഡ് വേണമല്ലോ. ഞാനങ്ങനെ ഒരു ശകലം തൈരിനകത്ത് 2 ഉള്ളിയും തക്കാളിക്കയും മുറിച്ചിട്ട് ഒരു അച്ചാറും പപ്പടവും. നമുക്ക് കഴിച്ചാലോ?